എൻ്റെ പേര് ഇർഫാൻ. ഞാൻ 2008-2010 കാലഘട്ടത്തിൽ ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. +1+2 കൂടെ. അത് കഴിഞ്ഞ് MBBS എയിംസ് ഡൽഹിയിൽ 2011 ജോയിൻ ചെയ്ത്, അത് കഴിഞ്ഞ് 2016 MBBS MS ജനറൽ സർജറി എയിംസ് ഡൽഹിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് 2 വർഷം അതോടെ സീനിയർ റെസിഡൻസ് ചെയ്ത് ഇപ്പോൾ നാട്ടിലോട്ട് തിരിച്ചെത്തി ഇപ്പോൾ വയനാട്ടിൽ കൺസൾട്ടൻറ്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 2008-2019 കാലങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനമേ അല്ലായിരുന്നു. അവിടെ അൽമാസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ മുന്നിലായിട്ട് 2 നിലയുള്ളൊരു ബിൽഡിംഗ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 3 ബാച്ചെങ്ങാനായിരുന്നു എനിക്ക് ഓർമ്മ. ആ ഒരു 3 ബാച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഞ്ചോളം പേരാണ് IIT-യിലോട്ട് സെലക്ഷൻ ആയിട്ട്. ഫവാസും ജാഫറും മൂസ ഷെഫീർ അടക്കം 5ഓളം പേര്. അതുപോലെ മെഡിക്കൽ ഫീൽഡിലോട്ടും നിരവധി പേര്. അത്തരമൊരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളർത്തിയെടുക്കാൻ പറ്റി. ഇന്ന് ഇത്രയും ഒരു പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളിവിടെ എത്തിച്ചേർന്നു എന്നുള്ളത്, നിങ്ങളെ ഈ ഒരു ഫീൽഡ്, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലോട്ട് നിങ്ങൾ പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ എത്തിയോട് കൂടെ ബാക്കി പാതി ദൂരം നിങ്ങൾക്ക് പിന്നീടുണ്ട്. അതിനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ആ ഒരു ട്രാക്കിലൂടെ നിങ്ങൾക്ക് പോകുക എന്നുള്ള ദൗത്യം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇവിടെ നിങ്ങൾക്കുള്ള ഒരു പാത ഇവർ വെട്ടിത്തരുന്നുണ്ട്. ആ ഒരു പാതയിൽ നിന്ന് അതിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ സൈഡിലോട്ടെല്ലാം ചെറിയ ചെറിയ വഴികൾ കാണാം. അതിലോട്ടൊന്നും പോവാതെ ആ ഒരു മെയിൻ സ്ട്രീമിലോട്ട് പോകുക എന്ന് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ദൗത്യം വിജയിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ജീവിതം, ഈ ഒരു 6 മാസമായിട്ട് നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ലോകമാണ്. എൻട്രൻസ് എന്നതിനപ്പുറത്തായിട്ടുള്ള ഒരു ലോകം നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. രാവിലെ 9 മണിക്ക് ക്ലാസ്സിന് വരുന്നു, 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് പോകുന്നു, ഹോസ്റ്റലിൽ എത്തി വീണ്ടും പഠനം, രാവിലെ എണീക്കുന്നു, വീണ്ടും ക്ലാസ്. ഈ ഒരു എൻട്രൻസിൻ്റെ ഒരു ചട്ടക്കൂടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതായിട്ട് ലോകം തോന്നാം. പക്ഷേ ഇതിനും അപ്പുറത്തൊരു ജീവിതമുണ്ട്. ഇത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ഒരു ചെറിയൊരു വഴിയുടെ ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ തട്ടി തടഞ്ഞ് വീണാൽ അതോടെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കാതെ ഇതിനും പുറത്തൊരു വിശാലമായ ലോകമുണ്ട്. നിങ്ങളുടെ അനന്തമായ സാധ്യതകൾ അവിടെ പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.